നവീകരിക്കുന്ന റോഡിന് അനിവാര്യമായ ഓടകൾ നിർമ്മിക്കാത്തത് ദുരിതമാവുന്നു. മുക്കംകടവ് പാലം മുതൽ കുമാരനെല്ലൂർ അങ്ങാടി വരെയുള്ള റോഡിലാണ് ആവശ്യമായ സ്ഥലങ്ങളിൽ ഓട നിർമ്മിക്കാതെ പ്രവൃത്തി നടക്കുന്നത്. മുക്കംകടവ് പാലം മുതൽ കുമാരനെല്ലൂർ അങ്ങാടി വരെയുള്ള റോഡാണ് 1 കോടി രൂപ ചെലവിൽ പൊതുമരാമത്ത് വകുപ്പ് നവീകരിക്കുന്നത്. മഴ പെയ്താൽ ഈ റോഡിൽ കൂടി വലിയ അളവിൽ വെള്ളം ഒഴുകുകയും പല ഭാഗത്തും വെള്ളക്കെട്ടുണ്ടാവുന്നതും പതിവാണ്. ഈ വെള്ളം ഒഴുകി പോവാൻ റോഡിൽ ഇരുവശത്തും ഓട നിർമ്മിക്കാതെയാണ് നവീകരണ പ്രവൃത്തി നടത്തുന്നത്. പല ഭാഗത്തും റോഡ് ഉയർത്തിയിട്ടുണ്ട്. ഇതുമൂലം റോഡിലെ വെള്ളം പരിസരത്തെ വീടുകളുടെ മുറ്റത്തേക്ക് ഒഴുകുന്ന അവസ്ഥയാണുള്ളത്. വീട്ടുമുറ്റങ്ങളിലേക്ക് വെള്ളമെത്തുന്നതിനെതിരെ പ്രദേശവാസികളുടെ പ്രതിഷേധവും ഉയർന്നിട്ടുണ്ട്. കുമാരനെല്ലൂർ അങ്ങാടിക്കടുത്ത് വളരെ കുറഞ്ഞ ഭാഗത്ത് ഓട നിർമ്മിച്ചിട്ടുണ്ട്. ഇതിൽ ചില ഭാഗത്ത് ഓടയിലെ വെള്ളം പുറത്തേക്ക് വിടാനുള്ള സംവിധാനവുമില്ല. ഓടകളില്ലാത്തതിനാൽ റോഡിൽ വെള്ളം കെട്ടി നിൽക്കുകയും ഇതുമൂലം നവീകരിക്കുന്ന റോഡ് വേഗത്തിൽ തകരാൻ ഇടയാവുകയും ചെയ്യും. മുക്കം പാലത്തിന് സമീപം റോഡിൻ്റെ വലിയൊരു ഭാഗം മഴക്കാലമായാൽ വെള്ളക്കെട്ടാവാറുണ്ട്. ഇവിടെ വെള്ളം എവിടേക്കും ഒഴുകിപ്പോവാനും മാർഗമില്ല. മഴക്കാലത്ത് ചെറുപുഴയിലെ വെള്ളവും ഈ റോഡിൽ കയറുന്ന അവസ്ഥയുണ്ട്. വീതി കുറഞ്ഞ റോഡ് പൂർണ്ണമായും ടാറിംഗ് നടത്തി നവീകരിക്കുകയാണ്. ഇതുമൂലം കാൽനട യാത്രക്കാർക്ക് പോകാനുള്ള ഇടവുമില്ല. റോഡിൻ്റെ ഒരു വശം കുറേ ഭാഗം ചെറുപുഴയും അല്ലാത്ത ഭാഗം ആഴമേറിയ താഴ്ന്ന സ്ഥലങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ കാൽനട യാത്രക്കാർക്ക് ടാറിങ്ങിൽ നിന്ന് മാറി നിൽക്കാനും ഇടമില്ല. അല്പം തെറ്റിയാൽ താഴെ വീഴും. മുക്കത്ത് നിന്ന് തിരുവമ്പാടി, പുല്ലൂരാമ്പാറ, ആനക്കാമ്പൊയിൽ, കോടഞ്ചേരി, പുതുപ്പാടി, വയനാട് ഭാഗങ്ങളിലേക്കും കാരമൂല വഴി കൂടരഞ്ഞി, തേക്കുംകുറ്റി, വല്ലത്തായിപ്പാറ, മരഞ്ചാട്ടി, കക്കാടംപൊയിൽ, പൂവാറന്തോട്, തോട്ടുമുക്കം, അരീക്കോട് തുടങ്ങിയ സ്ഥലങ്ങളിലേക്കും എളുപ്പമാർഗമായതിനാൽ ഈ റോഡിൽ വളരെയധികം വാഹനത്തിരക്കും അനുഭവപ്പെടുന്നുണ്ട്. ഇത്രയും തിരക്കേറിയ റോഡിൽ കാൽനട യാത്രക്കാർക്ക് സൗകര്യമില്ലാത്തത് അപകട ഭീഷണിയുമാണ്. അതേസമയം ഓട നിർമ്മിച്ച് സ്ലാബിട്ട് മൂടിയാൽ കാൽനട യാത്രക്കാർക്ക് സുരക്ഷിതമായി നടന്നു പോകാനാവും. വെള്ളക്കെട്ടിനും പരിഹാരമാവും. 750 മീറ്ററോളം നീളം വരുന്ന റോഡ് കുമാരനെല്ലൂർ മുക്കിൽ താഴെ തിരുവമ്പാടി മണ്ടാങ്കടവ് റോഡിലാണ് സംഗമിക്കുന്നത്. ഈ റോഡ് BMBC നിലവാരത്തിൽ കഴിഞ്ഞ വർഷമാണ് നവീകരണം പൂർത്തിയാക്കിയത്. ഇതും കടന്നു പോകുന്നത് വെള്ളപ്പൊക്ക ബാധിത മേഖലയിലൂടെയാണ്. ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് മഴയത്ത് വലിയ തോതിൽ റോഡിലേക്ക് വെള്ളം ഒഴുകിയെത്തുന്നതുമാണ്. എന്നിട്ടും ഈ റോഡിനും ഓടകൾ മിക്കവാറും സ്ഥലങ്ങളിൽ നിർമ്മിച്ചിട്ടില്ല. മഴക്കാലമായാൽ ഈ റോഡിനും പല ഭാഗത്തും വെള്ളക്കെട്ടാണ്. പരിസരത്തെ വീട്ടുമുറ്റങ്ങൾ വലിയ തോതിൽ വെള്ളക്കെട്ടിൽ മുങ്ങുന്ന സ്ഥിതിയുമുണ്ട്. വീതി കുറഞ്ഞ ഈ റോഡിന് കുറഞ്ഞ ഭാഗം ഓട നിർമ്മിച്ചത് സ്ലാബിട്ട് മൂടാതെ തുറന്നിട്ട നിലയിലുമാണ്. ഓടയുടെ അരികിലൂടെ ടാറിട്ടിട്ടുള്ള വീതി കുറഞ്ഞ റോഡിൽ കാൽനട യാത്രക്കാർക്ക് വാഹനം വന്നാൽ മാറി നടക്കാൻ സ്ഥലമില്ലാത്ത അവസ്ഥയുമുണ്ട്. ന്യൂസ് ബ്യൂറോ, മുക്കം.